പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ഭാഗത്തു നിന്ന് തുടങ്ങാൻ നിങ്ങൾ എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അഥവാ സന്തത ശ്രേണി അല്ലെ സന്തത ശ്രേണി നിർമ്മിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് പറഞ്ഞു. ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കുക എങ്ങനെയെന്ന് പറഞ്ഞു. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പറഞ്ഞു. അതുപോലെ ക്ലാസ് ഇന്റർവെല് എന്താ വർഗാന്തരാളം ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ വർഗാന്തരാളം എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ മധ്യവില മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇതിന്ന് എങ്ങനെ നമുക്ക് ഒരു ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നിന്നും ഫ്രീക്വൻസിയിൽ നിന്നും നമുക്ക് എങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ലോവർ ലിമിറ്റ് എങ്ങനെയെന്ന് കണ്ടുപിടിക്കാം. ലോവർ ലിമിറ്റ് ഈ ക്ലാസ്സിന്റെ ഓരോ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കാം. പിന്നെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കാം. പിന്നെ മിഡ് പോയിന്റ് മധ്യവില കണ്ടുപിടിക്കാം. പിന്നെ എന്താണ് ക്ലാസ് ഇന്റർവെൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ ഇതിന്റെ ലോവർ ലിമിറ്റ് ആദ്യത്തെ ക്ലാസ് ഏതാണ്? 0 to 10 അല്ലെ. ഈ 0 to 10ന്റെ ലോവർ ലിമിറ്റ് ഏതാണ്? ഇതിന്റെ ഫ്രീക്വൻസി 4 ആണ്. ലോവർ ലിമിറ്റ് എത്രയാണ്? ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീചസീമ അല്ലെ. ഇതിന്റെ നീചസീമ ഏതാണ്? ഏറ്റവും താഴ്ന്ന സംഖ്യ ഏതാണ്? 0. അപ്പൊ നമ്മളിവിടെ ലോവർ ലിമിറ്റ് 0 എഴുതും. അടുത്ത ക്ലാസ് 10 to 20 അതിന്റെ ലോവർ ലിമിറ്റ് ഏതാണ്? അല്ലെങ്കിൽ നോക്കാം ഇതിന്റെ അപ്പർ ലിമിറ്റ് ഏതാണ്? ഈ ആദ്യത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് ഏതാണ്? 0 to 10 അപ്പർ ലിമിറ്റ് 10 അല്ലെ. 0 ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ് ഉയർന്ന മൂല്യം 10. അപ്പൊ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഉച്ചസീമ എന്ന് പറഞ്ഞാൽ 10. ഇനി അതിന്റെ മധ്യവില മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? 0 to 10 0 plus 10 by 2 അല്ലെ. 0 10 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 10. 10 by 2 എത്ര കിട്ടും? 5. ഇതാണ് അതിന്റെ മധ്യവില. അപ്പൊ എത്രയാണ്? 5 അല്ലെ. 0ന്റെയും 10ന്റെയും ഏറ്റവും മധ്യത്തിൽ വരുന്നത് നമുക്കറിയാം 5 തന്നെയാണ്. നമുക്ക് ഇങ്ങനെ കൂട്ടി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അറിയാം 0 to 10ന്റെ മധ്യവില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 തന്നെയാണ്. ഇനി അതിന്റെ ക്ലാസ് ഇന്റർവെൽ അഥവാ വർഗാന്തരാളം കണ്ടുപിടിക്കണം. എങ്ങനെ വർഗാന്തരാളം കണ്ടുപിടിക്കും? അപ്പർ ലിമിറ്റിൽ നിന്നും ലോവർ ലിമിറ്റ് മൈനസ് ചെയ്യുക. അപ്പർ ലിമിറ്റ് ഏതാണ്? 10 അല്ലെ. അതിൽ നിന്നും ലോവർ ലിമിറ്റ് നീചസീമ ഉച്ചസീമയിൽ നിന്ന് നീചസീമ മൈനസ് ചെയ്ത് എത്ര കിട്ടും? 10. അപ്പൊ അതാണ് അതിന്റെ ക്ലാസ് ഇന്റർവെൽ. 0 to 10 എന്ന് പറഞ്ഞാൽ 10 ഡിഫറൻസിലാണ് അല്ലെ. അപ്പൊ ക്ലാസ് ഇന്റർവെൽ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നോക്കിയേ. അടുത്തതിന്റെ ലോവർ 10 to 20ന്റെ ലോവർ ലിമിറ്റ് എത്രയാണ്? 10. അപ്പർ ലിമിറ്റ് എത്രയാണ്? 20. അതിന്റെ മധ്യവില എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 plus 20 by 2. 10 20 എത്ര കിട്ടും? 30 by 2. അപ്പൊ എത്ര കിട്ടും? 15. ഇതാണ് അതിന്റെ മധ്യവില. 10 to 15ന്റെ മധ്യവില ഏതാണ്? 10 to 20ന്റെ മധ്യവില 15. ഇനി അതിന്റെ ലോവർ ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? 20 minus 10. അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 10 കിട്ടും. ഓക്കെ. അപ്പൊ അതിന്റെ ക്ലാസ് ഇന്റർവെൽ ഒക്കെ എല്ലാത്തിന്റെ ഒരുപോലെ തന്നെ ആയിരിക്കും. ഇനി അടുത്ത നോക്കിയേ. ഇതിന്റെ ലോവർ ലിമിറ്റ് ഏതാണ്? 20. ഇത് 30. പിന്നെ 20 30 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 50 by 2 എത്ര കിട്ടും? 25. ഇതാണ് 20 to 30ന്റെ ക്ലാസ് ഇന്റർവെൽ. ഓക്കെ. ഇതിന്റെ ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? 10 തന്നെയാണ്. പിന്നെ 30 to 40 ലോവർ ലിമിറ്റ് 30 40 70 by 2 ഈക്വൽ ടു 35. ക്ലാസ് ലിമിറ്റ് 10 തന്നെയാണ്. ഇതിന്റെ 40 50 പിന്നെ 90 by 2 അല്ലെ. ഈ 50 40 കൂടെ കൂട്ടി അപ്പൊ 90 കിട്ടി. 90 by 2 എത്രയാണ്? 45. ഇതിന്റെ 48 50ന്റെ ക്ലാസ് ലിമിറ്റ് ക്ലാസ് ഇന്റർവെൽ മധ്യവില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 45. ഓക്കെ. ക്ലാസ് ഇന്റർവെൽ 10 തന്നെ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോന്നും വെച്ച് ചെയ്യാൻ അറിയണം. ഓക്കെ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ്സുകൾ സാധാരണഗതിയിൽ 2 രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കും. ഒന്ന് എക്സ്ക്ലൂസീവ് രീതിയിലുള്ള ക്ലാസ്, എക്സ്ക്ലൂസീവ് മെത്തേഡ്. മറ്റൊന്ന് ഇൻക്ലൂസീവ് രീതിയിലുള്ള ക്ലാസ് അഥവാ ഇൻക്ലൂസീവ് മെത്തേഡ്. ഇങ്ങനെ തന്നെയാണ് അതിന് പറയാം കേട്ടോ. എക്സ്ക്ലൂസീവ് മെത്തേഡും ഇൻക്ലൂസീവ് മെത്തേഡും. ഓക്കെ. അങ്ങനെ 2 രീതിയിലുള്ള ക്ലാസ്സുകളാണ് തരുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് നോക്കാം. ഒന്നാമത്തെ ക്ലാസ് എക്സ്ക്ലൂസീവ് രീതിയിലുള്ള ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും. ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എങ്ങനെയായിരിക്കും? ഇപ്പൊ 0 to 10 എന്നുള്ള ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ഏതാണ്? 10 അല്ലെ. ആ 10 എന്നുള്ളത് അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും. 10 to 20 അല്ലെ. ഇതിന്റെ ഈ 10 ഇതിന്റെ ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ആ 10 തന്നെയാണ് അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് അല്ലെ. പിന്നെ 20 to 30 ഇതിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ 20 ആണ് ഏറ്റവും ഉയർന്ന അപ്പർ ലിമിറ്റ് അല്ലെ.
അത് തൊട്ടടുത്ത ക്ലാസ്സിന് മൂന്നാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും. അതാണ് എക്സ്ക്ലൂസീവ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ് രീതി എന്ന് പറയാം ക്ലാസ്സുകൾ തരുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഇൻക്ലൂസീവ് രീതി ഉണ്ട്. എന്താ ഇൻക്ലൂസീവ് രീതി എന്ന് പറഞ്ഞാല് ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും തുല്യമായിരിക്കും. എന്താണ്, ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും തുല്യമായിരിക്കും. അതായത് ഇപ്പൊ 0 to 10 ഈ 0 ഇതിന്റെ എന്താണ് 0 to 10 എന്നില്ലയില് ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞ അപ്പൊ ഇൻക്ലൂസീവ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും തുല്യമായിരിക്കും. അല്ലെ, സോറി, തുല്യമായിരിക്കില്ല എന്നാണ് കേട്ടോ, തുല്യമായിരിക്കില്ല എന്നാണ്, രണ്ടും തുല്യമല്ല. ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും തുല്യമായിരിക്കില്ല, തുല്യം ഉണ്ടാവില്ല. അപ്പർ ലിമിറ്റ് ഇപ്പൊ നമ്മൾ ഇതിന് എന്താണ് തുല്യമാണെന്ന് പറഞ്ഞു. ഒരു ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും തന്നെയാണ് അപ്പർ ലിമിറ്റും അടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും അല്ലേ. ഇവിടെ എന്താണ് ഇൻക്ലൂസീവ് രീതിയിൽ ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് ഇതല്ലേ, ഇത് തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ആയിരിക്കില്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ നോക്കിയേ, 0 to 10 എന്നുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ ഇവിടെ എന്താണ് 11 to 20 എന്നായിരിക്കും. ഇവിടെ എന്താണ് 11 to 20 എന്നായിരിക്കും ഈ ക്ലാസ്. ഓക്കെ, പിന്നെ ഇവിടെ 21 to 30 എന്നായിരിക്കും. ഇവിടെ ഇതിന്റെ ക്ലാസ് തന്നെയാണോ, ഇതിന്റെ അപ്പർ ലിമിറ്റ് ആണോ? ഇവിടെ അല്ല. ഇവിടെ ഇതിന്റെ അപ്പർ ലിമിറ്റ് ആണോ? അല്ല. തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് അല്ല. ഇവിടെ എങ്ങനെയല്ലേ, ഇവിടെ ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ 10 ഇവിടെ 10 കഴിഞ്ഞ് ഇവിടെ 11 എന്നാണ് തുടങ്ങുന്നത്, രണ്ടും തുല്യമല്ല. അപ്പൊ ഇതാണ് ഇൻക്ലൂസീവ് രീതി. ഇതിലെല്ലാം ഈ 10 എന്നുള്ള ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇൻക്ലൂസീവ് രീതി എന്ന് പറയുന്നത്. ഇതില് അപ്പർ ലിമിറ്റ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതിന്റെ അപ്പർ ലിമിറ്റ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പർ ലിമിറ്റ് ഇവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതിനെ എക്സ്ക്ലൂസീവ് രീതി എന്ന് പറയുന്നു. ഇതിന്റെ അപ്പർ ലിമിറ്റ് ഇതിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇവിടെ 11 എന്നാണ് തുടങ്ങുന്നത്. ഇവിടെ 10 എന്നുള്ള ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 10 എന്നുള്ള ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 10 എന്നുള്ള ഇതിലാണ് ഉൾപ്പെടുത്തി, രണ്ടാമത്തെ ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ പഠിക്കുന്നത് ഈ ഇങ്ങനെ തന്നിട്ട് നമുക്ക് എക്സ്ക്ലൂസീവ് രീതി എന്താ, ഇൻക്ലൂസീവ് രീതി എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ആ ഇൻക്ലൂസീവ് രീതിനെ അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് കണക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ അതിനെ എക്സ്ക്ലൂസീവ് രീതിയിലേക്ക് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂസീവ് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ എന്താക്കി മാറ്റണം, എക്സ്ക്ലൂസീവ് രീതിയിലേക്ക് ആക്കി മാറ്റണം. എക്സ്ക്ലൂസീവ് രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും അല്ലെ. അതാണ് എക്സ്ക്ലൂസീവ് രീതി. അപ്പൊ അങ്ങനെ ആക്കി മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇൻക്ലൂസീവ് രീതിയിലുള്ള ഒരു കണക്ക് നമ്മൾ അതിനെ ആദ്യം എന്താക്കി മാറ്റണം, എക്സ്ക്ലൂസീവ് രീതിയിലേക്ക് ആക്കി മാറ്റണം. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ. നന്നായിട്ട് നിങ്ങളിപ്പോ കഴിഞ്ഞ വർഷം പഠിച്ചിട്ട് പോയ കാര്യങ്ങളാണ്. അപ്പൊ എന്താണത്, ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കൂട്ടുകയും അപ്പർ ലിമിറ്റിനോട് ലോവർ ലിമിറ്റിൽ നിന്നും 0.5 കുറക്കുകയും അപ്പർ ലിമിറ്റിനോട് 0.5 കൂട്ടുകയും ചെയ്യുക. ക്ലിയർ ആയോ? അപ്പർ ലിമിറ്റിനോട് കൂടെ 0.5 കൂട്ടുക, 0.5 ഉണ്ട് കേട്ടാ, 0.5 കൂട്ടുകയും ചെയ്യുക. ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറക്കുകയും അപ്പർ ലിമിറ്റിനോട് കൂടെ 0.5 കൂട്ടുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുവിധമുള്ളവർക്കൊക്കെ അറിയുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു ക്ലാസ് എഴുതി നോക്കാം. 10 to 19, 20 to 29, 30 to 39 ഇങ്ങനെയുള്ള ഒരു ക്ലാസ്സിൽ എങ്ങനെ ഇത് നമുക്ക് അറിയാം. ഇത് ഏതാണ്, ഇൻക്ലൂസീവ് മെത്തേഡാണ് അല്ലെ. ഇത് ഇൻക്ലൂസീവ് രീതി അല്ലേ. ഇത് ഇൻക്ലൂസീവ് ആണ്. കാരണം എന്താ, ഇതിന്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്തുള്ള ക്ലാസ്സിന് ലോവർ ലിമിറ്റ് ആണോ? അല്ല. അപ്പൊ ഇത് എന്താണ്, ഇൻക്ലൂസീവ് രീതിയാണ്. മാറിയത് ഇത് ഇൻക്ലൂസീവ് രീതിയാണ്. ഓക്കെ, ഇനി നമ്മൾ അതിനെ എന്താക്കി മാറ്റണം, എക്സ്ക്ലൂസീവ് രീതിയിലേക്ക് ആക്കി മാറ്റണം. ക്ലിയർ ആയോ? ഇതിന്റെ കൂടെ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും ഇങ്ങനെ. അപ്പൊ ആദ്യം നമ്മൾ എന്താണ്, അതിനെ നമ്മളെ എക്സ്ക്ലൂസീവ് രീതിയിലേക്ക് ആക്കി മാറ്റണം. കൊടുക്കാം എക്സ്ക്ലൂസീവ് മെത്തേഡ് ആക്കി മാറ്റണം. എങ്ങനെ എക്സ്ക്ലൂസീവ് മെത്തേഡ് ആക്കി മാറ്റുന്ന നമ്മൾ പറഞ്ഞത്, ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറക്കുക. അപ്പൊ ഇതിന്റെ ലോവർ ലിമിറ്റ് ഏതാണ്, 10 to 19 എന്നതിന്റെ ലോവർ ലിമിറ്റ് ഏതാണ്, 10 to 19 ലോവർ ലിമിറ്റ് നിങ്ങൾക്ക് അറിയാം 10 ആണ് അല്ലെ. ഈ 10ൽ നിന്ന് 0.5 കുറക്കുക. അപ്പൊ എത്ര കിട്ടും,
9 കിട്ടും. 9.5 കിട്ടും. 10ൽ നിന്ന് 0.5 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 9.5 അല്ലേ? 9.5 കൂടെ 0.5 കൂട്ടിയാലല്ലേ 10 കിട്ടുള്ളൂ. അപ്പൊ 10ൽ നിന്ന് 0.5 കുറച്ചപ്പം 9.5 കിട്ടി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പർ ലിമിറ്റിനോട് കൂടെ 0.5 കൂട്ടുക. അപ്പർ ലിമിറ്റ് ഏതാണ്? 19. ആ 19നോട് കൂടെ 0.5 കൂട്ടുക. ക്ലിയർ ആയോ? അപ്പൊ 9.5 ടു 19.5 ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറക്കുകയും അപ്പർ ലിമിറ്റിനോട് കൂടെ, അതായത് നീച്ച സീമയിൽ നിന്ന് 0.5 കുറക്കുകയും ഉച്ച സീമയോട് കൂടെ 0.5 കൂട്ടുകയും ചെയ്യുക. പിന്നെ അടുത്ത ക്ലാസ് 20 to 29 ആണ്. 20 ഇല്ലേ? 20ൽ നിന്ന് 0.5 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറക്കല്ലേ? 20ൽ നിന്ന് 0.5 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 19.5 കിട്ടും അല്ലേ? ടു അപ്പർ ലിമിറ്റിനോട് കൂടെ 0.5 കൂട്ടുക. 29 അല്ലേ? 29.5 കിട്ടി. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. 30 to 39 എന്നുള്ള ക്ലാസ് ആണ്. 30 to 39 ലോവർ ലിമിറ്റിൽ നിന്നും 0.5 കുറക്കുക. അപ്പൊ എത്ര കിട്ടും? 29.5 കിട്ടും. അപ്പർ ലിമിറ്റിനോട് കൂടെ 0.5 കൂട്ടുക. 39.5 കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നോക്കിയേ, ഇപ്പൊ നമുക്ക് എക്സ്ക്ലൂസീവ് മെത്തേഡിലേക്ക് ആക്കി മാറ്റി. എങ്ങനെ കിട്ടി? അപ്പർ ലിമിറ്റ്, ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് അല്ലേ? ഇവിടെ നോക്കിയേ, 19ന്റെ അപ്പർ ലിമിറ്റ്, ആദ്യത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19.5. അത് തൊട്ടടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് അല്ലേ? ആണ്, 19.5 തന്നെയാണ്. ഇതിന്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്. അപ്പൊ എന്താണ്, ഇങ്ങനെ ഇൻക്ലൂസീവ് രീതിയിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എക്സ്ക്ലൂസീവ് രീതിയിലേക്ക് ആക്കണമെങ്കിൽ ലോവർ ലിമിറ്റിനോട് 0.5 കുറക്കുകയും അപ്പർ ലിമിറ്റിനോട് കൂടെ 0.5 കൂട്ടുകയും ചെയ്യുക. ആ ഒരു സെന്റൻസ് നിങ്ങൾ ബൈ ഹാർട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനറിയും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അത് ഇൻക്ലൂസീവിലാണോ എക്സ്ക്ലൂസീവിലാണോ എന്ന് നോക്കണം. ഇൻക്ലൂസീവിലാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്ക്ലൂസീവിലേക്ക് ആക്കി മാറ്റണം. ഇങ്ങനെ മാറ്റുക, ഈ കാരണം കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ മാറ്റിക്കൊണ്ട് വേണം നമ്മൾ അതിനെ കണക്ക് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ആവർത്തി അണി ഉണ്ടാക്കുന്നതും ആവർത്തി വിതരണം, അതായത് ഡിസ്ക്രീറ്റ് സീരീസ് അസന്തത ശ്രേണി ഉണ്ടാക്കുന്നതും സന്തത ശ്രേണി അഥവാ കണ്ടിന്യൂസ് സീരീസ് ഉണ്ടാക്കുന്നതും. അപ്പൊ ആ ആവർത്തി അണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് വാല്യൂ എഫും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എക്സും എഫും, എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും, അതിന്റെ കൂടെ എഫ് ഉണ്ടായിരിക്കും. പിന്നെ ആവർത്തി വിതരണത്തില് അഥവാ കണ്ടിന്യൂസ് സീരീസിൽ സന്തത ശ്രേണിയിൽ ആവർത്തി വിതരണം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സീരീസ് ആണ്. ആവർത്തി അണി എന്ന് പറഞ്ഞാൽ അസന്തത ശ്രേണി ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ആവർത്തി വിതരണത്തിൽ എന്താ ഉണ്ടായിരിക്കുന്ന പറഞ്ഞത്? ആവർത്തി വിതരണത്തില് അതിന് എക്സ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സുകളായിട്ടായിരിക്കും. അപ്പൊ അതിന് നമ്മൾ ടാലി മാർക്കൊക്കെ വെച്ചുകൊണ്ട് വേണം അത് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനി വീണ്ടും വിളിച്ച് ചോദിച്ചാൽ മതി. ഓക്കെ.